ജി സുധാകരൻ കോൺഗ്രസ് വേദിയിൽ വന്നാൽ എന്താണ് പ്രശ്നം? കോൺഗ്രസുകാരെ കാണുമ്പോൾ കണ്ണടച്ചു നടക്കണോ? എന്തും വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതമാണ് ജി സുധാകരന്. അത് സ്വന്തം പാർട്ടിയോടാണെങ്കിലും 65 വർഷമായി വായിക്കുന്ന പത്രത്തോടാണെങ്കിലും. അദ്ദേഹത്തിന്റെ ഈ രീതി പലപ്പോഴും വിമർശനങ്ങൾക്കും ഇടവച്ചിട്ടുണ്ട്. കോൺഗ്രസ് പരിപാടിയിൽ സുധാകരൻ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് താൻ സ്ഥിരമായി വായിക്കുന്ന ഒരു പത്രത്തിൽ വന്ന വാർത്തയിലെ നീരസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് സുധാകരൻ ഇപ്പോൾ. കോൺഗ്രസുകാരെ കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കണ്ണടച്ച് നടക്കേണ്ടതുണ്ടോ എന്നാണ് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ ചോദിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വേദിയിലായാലും തനിക്ക് അഭിപ്രായം പറയുന്നതിന് തടസ്സമൊന്നുമില്ലെന്നും പ്രസംഗിക്കാൻ വരുന്നവരൊക്കെ പാർട്ടിയിൽ ചേർക്കാൻ ആരെങ്കിലും നോക്കുമോ എന്നും ജി സുധാകരൻ ചോദിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ കാണൂ. കോൺഗ്രസുകാരെ കാണുമ്പോൾ കണ്ണടയ്ക്കണം, വഴിയിൽ വീണാലും കുഴപ്പമില്ല, കണ്ണടയ്ക്കണം എന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം എവിടെയാണെന്ന് ജി സുധാകരൻ ചോദിച്ചു. ഒരു വീട്ടിൽ തന്നെ പല പാർട്ടിക്കാർ കാണുമെന്നും അവർ പരസ്പരം മിണ്ടാതിരിക്കുന്നത് നടക്കുന്ന കാര്യമല്ലെന്നും സുധാകരൻ പറഞ്ഞു. അങ്ങനെ നടക്കാനും പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KPCC സാംസ്കാരിക വേദിയിൽ സംസ്കാരവും രാഷ്ട്രീയവും ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജി സുധാകരൻ കോൺഗ്രസ് വേദിയിൽ എന്നാണ് ഒരു മാധ്യമം നൽകിയ വാർത്ത. 65 വർഷമായി ഞാൻ വായിക്കുന്ന ഒരു പത്രത്തിൽ വന്ന വാർത്തയാണിത്. കോൺഗ്രസുകാരുടെ ചർച്ചാവേദിയിലൊന്നും കമ്മ്യൂണിസ്റ്റുകാർ പോകാൻ പാടില്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടികളൊന്നും കോൺഗ്രസുകാർ പോകാൻ പാടില്ല എന്നാണ് ചിലരുടെ ചിന്ത. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. അങ്ങനെ പ്രവർത്തിച്ചാൽ എവിടെയാണ് സമവായമുണ്ടാവുക? എവിടെയാണ് അനുരഞ്ജനമുണ്ടാവുക? വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം എവിടെയാണ് ഉണ്ടാവുക? ഭരണകൂടവും സമൂഹവും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ജി സുധാകരൻ ചോദിച്ചു. ആര് വിമർശിച്ചാലും എന്ത് പറഞ്ഞാലും സുധാകരൻ തനിക്ക് തോന്നുന്നേ ചെയ്യൂ. അതാണ് സുധാകരന്റെ പ്രകൃതം. പലരും അത് തിരുത്താൻ ശ്രമിച്ചു. നല്ല പ്രായത്തിൽ തിരുത്തപ്പെടാൻ നിന്നു കൊടുത്തിട്ടില്ല, പിന്നല്ലേ ഈ പ്രായത്തിൽ. സുധാകരൻ ഇങ്ങനെ തന്നെ തുടരും. അത് തടയാൻ ആരും സമയം മെനക്കെടുത്താതിരിക്കുന്നതാണ് നല്ലത്.